ഹായ് വെൽക്കം ടു ബ്രെയിൻ ബൂസ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ഓണപരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. SSCRT പുറത്തിറക്കിയ ഒരു മോഡൽ ക്വസ്റ്റ്യനാണിത്. സമ്മേറ്റീവ് അസസ്മെൻറ്റ് ടേം 1 2025-26 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് ലിസൺ ആൻഡ് ആൻസർ ആണ്. ടീച്ചർ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരും. അത് ശ്രദ്ധയോടെ കേട്ടിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ഉത്തരം എഴുതുക എന്നുള്ളതാണ് ആക്ടിവിറ്റി 1. ആക്ടിവിറ്റി 2 റീഡ് ആൻഡ് റൈറ്റ്. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന സ്റ്റോറി വായിച്ചിട്ട് അതിനായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഈ പ്രവർത്തനം. ഡിൽന ആൻഡ് ഐസക് വെയർ പ്ലേയിങ് ഔട്ട്സൈഡ് ഹാപ്പിലി. സഡൻലി ഡിൽന സ്റ്റോപ്ഡ്. ഓ, ഐ ലോസ്റ്റ് വൺ ഓഫ് മൈ സ്ലിപ്പേഴ്സ്, ഡിൽന ഷൗട്ടഡ്. ദേ ലുക്ക്ഡ് അണ്ടർ ദ ബെഞ്ച്, നിയർ ദ സ്വിംഗ് ആൻഡ് എവ്രിവെയർ. നോ സ്ലിപ്പർ. അതായത് ഡിൽനയും ഐസക്കും പുറത്ത് സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഡിൽന നിന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു ചെരുപ്പ് കാണാനില്ല എന്ന്. അവർ ബെഞ്ചിൻ്റെ അടിയിലും ഊഞ്ഞാലിൻ്റെ അടുത്തും എല്ലായിടത്തും പോയി നോക്കി, പക്ഷെ ഒരിടത്തും ചെരുപ്പ് കണ്ടില്ല. സഡൻലി ദേ ഹേർഡ്, ഊഫ്, ഇറ്റ് വാസ് നൈബേഴ്സ് പപ്പി, ഇറ്റ് ഹാഡ് ദ സ്ലിപ്പർ ഇൻ ഇറ്റ്സ് മൗത്ത്. പെട്ടെന്ന് അവർ കേട്ടു, ഓ, ഇത് അയൽവക്കത്തെ ആ പട്ടിക്കുട്ടിയാണല്ലോ, അവൻ്റെ കയ്യിൽ ആ ചെരുപ്പിരിപ്പുണ്ട്. Come here, puppy, said Isaac. The puppy ran to them. It dropped the slipper down. ഇവിടെ വാ പട്ടിക്കുട്ടി, ഐസക് പറഞ്ഞു. അപ്പോൾ തന്നെ പട്ടിക്കുട്ടി ഓടി അവരുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് വായിലിരുന്ന ആ സ്ലിപ്പർ താഴോട്ടിട്ടു. സില്ലി പപ്പി, said ഡിൽന. They gave it a biscuit. The puppy wagged its tail. Just then it ran off again. പാവം പട്ടിക്കുട്ടി, ഡിൽന പറഞ്ഞു. അവർ ആ പട്ടിക്കുട്ടിക്ക് ഒരു ബിസ്ക്കറ്റ് കൊടുത്തു. അന്നേരം തന്നെ പട്ടിക്കുട്ടി അവരെ വാലാട്ടി കാണിച്ചിട്ട് പെട്ടെന്ന് ഓടിപ്പോയി. വേർ ഈസ് ഇറ്റ് ഗോയിങ് നൗ, ആസ്ക്ഡ് ഐസക്. ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത്, ഐസക് ചോദിച്ചു. ദേ ഫോളോഡ് ദ പപ്പി. ഇറ്റ് സ്റ്റോപ്ഡ് നിയർ എ ബുഷ്. ഇൻസൈഡ് ദേ സോ ഐസക്സ് ടോയ് കാർ. അവർ ആ പട്ടിക്കുട്ടിയെ പിന്തുടർന്നു. അത് ഒരു കുറ്റിക്കാടിനടുത്തേക്ക് പോയി നിന്നു. അതിനകത്തേക്ക് നോക്കിയപ്പോൾ അവർ ഐസക്കിൻ്റെ ടോയ് കാർ കണ്ടു. മൈ റെഡ് കാർ, ഐ ലോസ്റ്റ് ഇറ്റ് ലാസ്റ്റ് വീക്ക്, സെഡ് ഐസക്. ഓ, എൻ്റെ ചുവന്ന കാർ, എനിക്ക് കഴിഞ്ഞ ആഴ്ച നഷ്ടപ്പെട്ടതായിരുന്നു ഇത്, ഐസക് പറഞ്ഞു. ദ പപ്പി ഫൗണ്ട് ദാറ്റ് ടു, സെഡ് ഡിൽന. ഓ, പട്ടിക്കുട്ടി അത് കണ്ടുപിടിച്ചു തന്നു, ഡിൽന പറഞ്ഞു. മോം കെയിം ഔട്ട്സൈഡ്. വാട്ട് ഹാപ്പൻ? അമ്മ പുറത്തേക്ക് വന്ന് ചോദിച്ചു, എന്തു പറ്റി, എന്താ അവിടെ? ഐ ഫൗണ്ട് ഔട്ട് മൈ സ്ലിപ്പർ, സെഡ് ഡിൽന, ആൻഡ് മൈ ടോയ് കാർ ടു, സെഡ് ഐസക്. അമ്മ, എൻ്റെ ചെരുപ്പ് കിട്ടി, ഡിൽന പറഞ്ഞു. എൻ്റെ ആ കളിപ്പാട്ടക്കാരൻ കിട്ടി, ഐസക് പറഞ്ഞു. ഈ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് നമുക്കിനി ഉത്തരം എഴുതേണ്ടത്. ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഫസ്റ്റ് വൺ ഈസ്, ഓ, ഐ ലോസ്റ്റ് വൺ ഓഫ് മൈ സ്ലിപ്പേഴ്സ്. ഹൂ ഷൗട്ടഡ് സോ? ദ ആൻസർ ഈസ് ഡിൽന. സെക്കൻഡ് വൺ, വാട്ട് ഡിഡ് ദ പപ്പി ഹാവ് ഇൻ ഇറ്റ്സ് മൗത്ത്? ആൻസർ ഈസ് സ്ലിപ്പർ. ദ തേർഡ് വൺ ഈസ്, ഡിൽന ആൻഡ് ഐസക് ഗേവ് ദ പപ്പി എ ഡാഷ്. ഓപ്ഷൻ എ ടോയ്, ഓപ്ഷൻ ബി ബനാന, ഓപ്ഷൻ സി ബിസ്ക്കറ്റ്, ഓപ്ഷൻ ഡി ഫ്ലവർ. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ബിസ്ക്കറ്റ്. ഫോർത്ത് വൺ ഈസ്, ഐസക്സ് ടോയ് കാർ ഈസ് ഡാഷ് ഇൻ കളർ. ഓപ്ഷൻ എ ബ്ലൂ, ഓപ്ഷൻ ബി റെഡ്, ഓപ്ഷൻ സി ബ്ലാക്ക്, ഓപ്ഷൻ ഡി വൈറ്റ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി റെഡ്. ഫിഫ്ത്ത് വൺ ഈസ്, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ സ്റ്റോറി ദാറ്റ് മീൻ യങ് വൺ ഓഫ് എ ഡോഗ്. The answer is puppy. Activity 3, conversation. During summer vacation, Dilna went to her grandma's house. Grandma warmly welcomed her. She made payasam for Dilna. മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു സംഭാഷണം എഴുതാനാണ്. സമ്മർ വെക്കേഷനിൽ ഡിൽന ഗ്രാൻഡ്മയുടെ വീട്ടിൽ പോയി. ഗ്രാൻഡ്മ അവളെ സന്തോഷത്തോടെയാണ് വെൽക്കം ചെയ്തത്. ഡിൽനയ്ക്ക് വേണ്ടി ഗ്രാൻഡ്മ പായസം ഉണ്ടാക്കി കൊടുത്തു. അതുമായി ബന്ധപ്പെടുത്തിയുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പ്രവർത്തനം. ഗ്രാൻഡ്മ, ഡിൽന, കം ഡിയർ. ഡിൽന, ഈസ് ദെയർ എനിത്തിങ് സ്പെഷ്യൽ ഗ്രാൻഡ്മ? ഗ്രാൻഡ്മ ഡിൽനയെ വിളിച്ചു, മോളെ ഇങ്ങോട്ട് വരൂ. ഡിൽന അപ്പോൾ ചോദിക്കുവാണ്, എന്താ ഗ്രാൻഡ്മ, എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടോ? ഗ്രാൻഡ്മ, യെസ് ഡാഷ്, അവിടെ നമുക്ക് പൂരിപ്പിക്കണം. ഡിൽന, യു നോ ഐ ലൈക്ക് പായസം. ഗ്രാൻഡ്മ, have it my dear and tell me how it tastes. ഡിൽന, ഡാഷ്, അവിടെ നമുക്ക് ഫില്ല് ചെയ്യണം.
ഗ്രാൻഡ്മ: ഐ വിൽ മേക്ക് ഓൺലി ദ ബെസ്റ്റ് ഫോർ മൈ ലിറ്റിൽ പ്രിൻസസ്. ഗ്രാൻഡ്മ പറയുകയാണ്, എൻ്റെ കൊച്ചു രാജകുമാരിക്ക് ഏറ്റവും നല്ലതല്ലേ ഞാൻ ഉണ്ടാക്കി തരുള്ളൂ. ഡിൽന: വിൽ യു ഡാഷ്. അവിടെ നമുക്ക് ഫില്ല് ചെയ്യണം. കൂടാതെ ഓരോ ഡയലോഗ്സ് കൂടി നമുക്ക് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഒരു മോഡൽ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആക്ടിവിറ്റി 4 എന്ന് പറയുന്ന ഒരു ചോയ്സ് ടൈപ്പാണ്. ചോയ്സ് എ ആൻഡ് ബി ഉണ്ട്. അതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം മാത്രം എഴുതുക. ആക്ടിവിറ്റി 4A, ഡയറി. ഡിൽന went to see the village sights with her grandma. Grandma took her to nearby paddy fields, pond and hills. She enjoyed the beauty of the village. In the night, grandma told her many stories. അതായത് ഡിൽന തൻ്റെ ഗ്രാൻഡ്മയോടൊപ്പം ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോയി. ഗ്രാൻഡ്മ അവളെ തൊട്ടടുത്തുള്ള പാടശേഖരങ്ങളിലും കുളങ്ങളിലും മലയിലും എല്ലാം കൊണ്ടുപോയി. അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. രാത്രിയായപ്പോൾ ഗ്രാൻഡ്മ അവൾക്ക് ഒത്തിരി കഥകൾ പറഞ്ഞു കൊടുത്തു. ഡിൽന റീച്ച്ഡ് ബാക്ക് ഹോം ആഫ്റ്റർ സ്പെൻഡിങ് ഹോളിഡേയ്സ് വിത്ത് ഗ്രാൻഡ്മ. ഗ്രാൻഡ്മയോടൊപ്പം അവധിക്കാലമെല്ലാം ആഘോഷിച്ചതിന് ശേഷം ഡിൽന വീട്ടിൽ തിരിച്ചെത്തി. ഷീ വാസ് വെരി മച്ച് ത്രിൽഡ്. അവൾ ഭയങ്കര ത്രില്ലിലായിരുന്നു. ഷീ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഹെർ എക്സ്പീരിയൻസ് ഇൻ ഹെർ ഡയറി. അവളുടെ അനുഭവങ്ങളെല്ലാം ഡയറിയിൽ എഴുതാൻ തുടങ്ങി. ഹെൽപ്പ് ഡിൽന റൈറ്റ് ഹെർ ഡയറി. ഡിൽനയെ ഡയറി എഴുതാനൊന്ന് സഹായിക്കാമോ? ഒരു മോഡൽ നൽകിയിരിക്കുന്നു. ആദ്യം നമുക്ക് ഡേറ്റും ദിവസവും എഴുതണം. 31st May 2025 Saturday. I returned to my home today from Grandma's home. I had a lot of fun there. Grandma made payasam for me. I enjoyed my summer vacation in Grandma's village very much. We went to see the paddy fields, pond and hills. I liked the village a lot. Grandma told many interesting stories. It was really an amazing vacation in the village and I am so happy. ഇതേപോലെ കൂട്ടുകാരും ഒരു ഡയറി എഴുതി നോക്കുക. ബാക്കി ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.